പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 11-ാം തിരുവചനം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം അധ്വാനിക്കുന്നവരാണ്, ക്ലേശം വഹിക്കുന്നവരാണ്. എന്നിട്ടും നമ്മുടെ ദാരിദ്ര്യം അവസാനിക്കുന്നില്ല. ഇതാണ് പ്രഭാഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 11-ാം തിരുവചനം. അധ്വാനിച്ചിട്ടും ക്ലേശിച്ചിട്ടും എൻ്റെ ദാരിദ്ര്യം അവസാനിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമത്തിലാണ് പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതുതന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജനസമൂഹം, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ജനമെല്ലാം പറയുന്നത്. ഞാൻ ധാരാളമായി അധ്വാനിക്കുന്നു, എൻ്റെ ക്ലേശങ്ങൾ തീരുന്നില്ല, എൻ്റെ ദാരിദ്ര്യം അവസാനിക്കുന്നില്ല. ഈ ഒരവസ്ഥയിൽ നിന്ന് മോചനം ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നിനക്ക് ദൈവം സകല കഴിവുകളും, ഓരോ മനുഷ്യനെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ അവന് കഴിവുകൾ നൽകി അനുഗ്രഹിച്ച് സഹായിക്കാൻ വേണ്ടി ദൈവം അവൻ്റെ കരങ്ങളിൽ ആയുധം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അവൻ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു വലിയ ആയുധം, വലിയ ശക്തി, വലിയൊരു കൃപ അവൻ്റെ മേൽ ദൈവം കൊടുത്തിരിക്കുകയാണ്. ഇത് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ആര് ആഗ്രഹിക്കുന്നുവോ അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവർക്ക് വേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുപോകുന്ന മോശയുടെ ചുറ്റും ജനമെല്ലാം പിറുപിറുത്തു തുടങ്ങി. ഞങ്ങൾ ദാഹിച്ചു മരിക്കാൻ പോകുകയാണ്, ഞങ്ങൾ തളർന്നു വീഴുകയാണ്, ഞങ്ങൾക്ക് കുടിക്കാൻ ജലമില്ല. നമ്മളെല്ലാം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സാധാരണ പറയുന്ന മനുഷ്യൻ പറയുന്ന അതേ വാക്ക് മോശയോട് ഇസ്രായേൽ ജനം പറയുകയാണ്, ഞാൻ കുടിക്കാൻ വെള്ളമില്ല. മോശയോട് അവർ തട്ടിക്കയറുന്നു, മോശയെ ചീത്ത വിളിക്കുന്നു, വഴക്ക് പറയുന്നു. വലിയ വിഷയമൊക്കെ ആകുമ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഈ ജനത്തെ രക്ഷിക്കുവാൻ നീ ഒരു വഴി പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ കർത്താവ് ഈശോമിശിഹ പറയുകയാണ്. 17-ാം അധ്യായം പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി കർത്താവിനോട് മോശ സംസാരിച്ചു കഴിഞ്ഞുകൊണ്ട് മോശയോട് കർത്താവ് സംസാരിക്കുകയാണ്, മോശെ, നിൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീ അടിക്കുക. അവിടുന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു കുടത്തിലോ ഒരു കലത്തിലോ വലിയ ടാങ്കറിലോ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയല്ലായിരുന്നു അവിടെ ചെയ്തത്. അവിടെ ദൈവം മോശയോട് പറഞ്ഞ്, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി. ഇതാണ് ഒരു മനുഷ്യൻ, അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള സകല സാഹചര്യങ്ങളും ദൈവം ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആയുധം ഞാനെടുത്ത് എപ്പോൾ ആ പ്രശ്ന സമയത്ത് ഉപയോഗിക്കുമോ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കും. മോശയെടുത്ത് പറഞ്ഞ്, നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന വടി, നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ വടിയെടുത്ത് നീ അടിക്കുക. അടിക്കുമ്പോൾ ഈ ജനത്തിന് ആവശ്യമായ ജലം അവിടുന്ന് നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മോശ അങ്ങനെ തന്നെ ചെയ്തു. ജലം അവിടെ ദൈവം നൽകി അനുഗ്രഹിക്കൂ. നമ്മളെല്ലാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഓടുകയാണ്. പല സ്ഥലങ്ങളിലായി പല നെറ്റോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടം എങ്ങും ചെന്നെത്തുന്നില്ല. ഈ ഓട്ടം എങ്ങും ചെന്നെത്താതിരിക്കുന്ന അവസരത്തിൽ ദൈവം പറയുകയാണ്, നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന സാധനം എടുത്ത് നീ അടിക്കുക, നീ ഉപയോഗിക്കുക. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. ഹല്ലേലൂയ. അതായത് പ്രത്യാശയില്ലാതെ ഒരു ജീവിതം പരാജയത്തിലേക്ക് ചെന്ന് വീഴുന്നു. ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തും. യാക്കോബിൻ്റെ ലേഖനത്തിൽ അവിടുന്ന് അരുളി ചെയ്ത 2-ാമത്തെ അധ്യായം അതിൻ്റെ 6ഉം 7ഉം തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, പ്രത്യാശയില്ലാത്തവൻ്റെ ജീവിതം നിരാശയിലേക്ക് പോകുന്നു. അവന് പ്രതീക്ഷയില്ലാത്ത ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു സമയത്തും വിജയിക്കുക അസാധ്യമാണെന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് പ്രത്യാശ. അധ്വാനിക്കുന്നു, ഞാൻ ക്ലേശം സഹിക്കുന്നു, പക്ഷെ എനിക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല. വിജയിക്കാൻ സാധിക്കാത്തത് യേശു എന്ന നാമത്തെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് യേശു എന്ന ശക്തിയിൽ ആശ്രയിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വിജയം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള എന്ന് യാക്കോബ് ശ്ലീഹ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യാക്കോബിൻ്റെ ലേഖനം 4:8 തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൈവത്തോട് ചേർന്ന് നിൽക്കുക,
ഞാനും നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കും. ആര് എവിടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നോ അവരുടെ കൂടെ ദൈവവും ചേർന്ന് നിൽക്കും. ചേർന്ന് നിൽക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ആരുടെ കൂടെ? പ്രപഞ്ചം സൃഷ്ടിച്ചവനെ, നമ്മെ സൃഷ്ടിച്ചവനെ, സൃഷ്ടിച്ച് ഈ പ്രപഞ്ചം മുഴുവനെയും നമ്മുടെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നവനോടൊപ്പം ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തോട് നമുക്ക് ചേരാം. ആ ദൈവത്തോട് നമുക്ക് അലിഞ്ഞു ചേരാം. നമ്മുടെ മനസ്സുകളെയും ഹൃദയത്തെയും അവിടുത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി കർത്താവ് ഈശോ മിശിഹായുടെ സ്നേഹം, കർത്താവ് ഈശോ മിശിഹായുടെ ശക്തി, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റവൻ്റെ ശക്തി എൻ്റെ ദാരിദ്ര്യത്തിലേക്ക്, എൻ്റെ നിരാശകളിലേക്ക്, എൻ്റെ കുറവിലേക്ക് ഈശോയെ നീ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് വയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനസമൂഹത്തെ മുഴുവനെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ വിലയേറിയ രക്തത്താൽ കഴുകി അനുഗ്രഹിക്കുകയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സംരക്ഷണവും സമാധാനവും ഈ ജനസമൂഹത്തിന് നൽകി നീ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.